ഹായ് ഒരുവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 9 ബയോളജിയിലെ ലെസൺ നാച്ചുറൽ റിസോഴ്സസ് ആണ്. സോ നിങ്ങൾക്ക് ഇത് അത്യാവശ്യം അറിയാവുന്ന കുറച്ച് ടോപ്പിക്സ് ഒക്കെ തന്നെയാണ്, ബട്ട് ഒന്നും കൂടി തറോ ആക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ലെസൺ ഉള്ളത്. ഇനി ഫസ്റ്റ് വൺ, എന്താണ് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജോഗ്രഫിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഇറ്റ് ഈസ് എ സ്റ്റോക്ക് ഓർ സപ്ലൈ ഓഫ് സംതിങ്. റിസോഴ്സ് ക്യാൻ ബി മാൻ മെയ്ഡ് ഓർ നാച്ചുറൽ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. നാച്ചുറൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസോഴ്സ് വിച്ച് എക്സിസ്റ്റ് ഇൻ നാച്ചുറൽ. ഹ്യൂമൻ ബീങ്സ്, ആനിമൽസ് ഒക്കെ എന്താണ്? ഒരു നാച്ചുറൽ റിസോഴ്സ് ആണ്. ഇനി നാച്ചുറൽ റിസോഴ്സസ് പ്രസന്റ് ഓൺ ദ എർത്ത് ആർ. ഏതൊക്കെയാണ് നാച്ചുറൽ റിസോഴ്സസ്? ഫസ്റ്റ് വൺ, എയർ. എയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ്മോസ്ഫിയറിൽ ധാരാളം ടൈപ്പ് ഓഫ് ഗ്യാസസ് ഉണ്ട്. ഓക്സിജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ഇതൊക്കെ വേണം ഒരു ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ എർത്തിലെ ഓരോ ജീവന്റെ സർവൈവലിനും വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ, വാട്ടർ. വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്തിന്റെ 75% ഓഫ് പോർഷനും എന്താണ്? ഹൈഡ്രോസ്ഫിയർ ആണ്. മീൻസ് എന്താ? വാട്ടർ റിസോഴ്സസ് ആണ്. ഇറ്റ് ഈസ് എ ഹോം ഓഫ് അബണ്ടൻസ് ഓഫ് ആനിമൽസ്. ധാരാളം ആനിമൽസും ലിവിങ് ഓർഗാനിസംസും വാട്ടറിൽ ജീവിക്കുന്നുണ്ട്. ലാൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ അപ്പർ ക്രസ്റ്റ് ഓഫ് ദ എർത്ത്. അല്ലെ, ഭൂമിയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ക്രസ്റ്റ് ആണ് ലാൻഡ് എന്ന് പറയുന്നത്. ദർ ആർ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സോയിൽ. ധാരാളം കൈൻഡ് ഓഫ് സോയിൽസ് ഉണ്ട് are found which are necessarily for the growth of plant and പല ആനിമൽസിന്റെ വിറ്റാമിൻസും മിനറൽസും ഒക്കെ നമുക്ക് സോയിലിൽ നിന്ന് കിട്ടും. ലൈഫ് ഓഫ് എർത്ത് ഈസ് പോസിബിൾ ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഓൾ ദീസ് 3 സോഴ്സസ്. ഈ എല്ലാ സോഴ്സുകളും ഉള്ളതുകൊണ്ടാണ് എർത്തിലെ ലൈഫ് പോസിബിൾ ആയിട്ടുള്ളത്. അല്ലെ, എ സോൺ വെർ ലിറ്റോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ ഇന്റർസെക്ട് ആൻഡ് ദ ലൈഫ് സസ്റ്റെയിൻഡ് ഇസ് കോൾഡ് ബയോസ്ഫിയർ. ഇങ്ങനെ എല്ലാ സ്ഫിയറും കൂടി ചേർന്നുണ്ടാവുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? ഒരു ബയോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഇനി ബയോസ്ഫിയർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 പാർട്സ്. ഏതൊക്കെയാണ് 2 പാർട്സ്? ബയോട്ടിക്കും അബയോട്ടിക്കും. ബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിവിങ് ഓർഗാനിസം അല്ലെങ്കിൽ ലിവിങ് തിങ്സ് ആണ് എന്ത്? ബയോട്ടിക്. അബയോട്ടിക് എന്ന് പറഞ്ഞാൽ നോൺ ലിവിങ് തിങ്സ് ആണ്. ഇനി എയർ. എയർ ഇസ് ദ or atmosphere comprised of various gases. ഏറ്റവും കൂടുതൽ പ്രസന്റ് ആയിട്ടുള്ള ഗ്യാസ് ഏതൊക്കെയാണ്? നൈട്രജൻ ആണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പ്രസന്റ്. മാർസും വീനസും ഒക്കെ കണ്ടെയ്ൻ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, ഇനി ഹൗ മച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ആർ പ്രൊഡ്യൂസ്ഡ് ഓൺ എർത്ത്. ഭൂമിയിൽ എത്രമാത്രം കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു? നമ്മുടെ യുക്കാരിയോട്ടിക്സ് ആൻഡ് സം പ്രോകാരിയോട്ടിക് ജനറേറ്റ് എനർജി ആൻഡ് ബ്രേക്ക് ഡൗൺ ഇൻ ടു ഗ്ലൂക്കോസ്. അല്ലെ, അതെന്ത് സംഭവിക്കും? അത് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ കമ്പഷൻ മീൻസ് നമ്മൾ കത്തിക്കില്ലേ, പല പ്ലാസ്റ്റിക് അതുപോലുള്ള സാധനങ്ങളൊക്കെ കത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ജനറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ പ്ലാന്റ്സ് റിലീസസ് എന്ത് സംഭവിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. അതിനനുസരിച്ചുള്ള പ്ലാന്റ്സിന് അതിനനുസരിച്ച് എന്ത് ഓക്സിജൻ എടുക്കേണ്ടി വരും. ഇനി മറൈൻ ആനിമൽസിന് മേക്ക് ദെയർ ഷെൽസ് ഇൻ വാട്ടർ യൂസിങ് കാർബണേറ്റ്സ്. മറൈൻ ആനിമൽസ് കാർബണേറ്റ്സ് യൂസ് ചെയ്താണ് ഷെൽസ് ഉണ്ടാക്കുന്നത്. മീൻസ് ദ അറ്റ്മോസ്ഫിയർ ഓഫ് ദ എർത്ത് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ദ ടെമ്പറേച്ചർ. എങ്ങനെയാണ്? ധാരാളം ഗ്യാസസ് എർത്തിൽ പ്രസന്റ് ആണ്. ഇറ്റ് പ്രിവെന്റ്സ്, ആ കാരണം കൊണ്ട് ടെമ്പറേച്ചർ ഇൻക്രീസസ് ഇൻ ദ ടെമ്പറേച്ചർ ഡ്യൂറിങ് ഡേ ടൈം. അല്ലെ, അറ്റ്മോസ്ഫിയർ പ്രിവെന്റ്സ് ഫ്രം ദ ഹാർംഫുൾ റേഡിയേഷൻ. ദാറ്റ് ഇസ് UV ലൈറ്റ് ഒക്കെ സണ്ണിൽ നിന്നുള്ള UV റേഡിയേഷൻസിനൊക്കെ പ്രൊട്ടക്ഷൻ നൽകും. അറ്റ്മോസ്ഫിയർ പ്രിവെന്റ് ഹീറ്റ് ഓഫ് എർത്ത് ഹീറ്റ് ആവാണ്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും ഡ്യൂറിങ് നൈറ്റിൽ. അതുപോലെ തന്നെ മൂൺ ഹാസ് നോ അറ്റ്മോസ്ഫിയർ. മൂണിന് അറ്റ്മോസ്ഫിയർ ഇല്ല. ആൻഡ് ഇറ്റ് ഫേസസ് എക്സ്ട്രീം ടെമ്പറേച്ചർ റേഞ്ചിങ് ഫ്രം. അപ്പൊ അതിനും ഒരു ഹെൽപ്പാണ് എന്ത്? നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ചസ് ഇൻ ദ എർത്ത് അറ്റ്മോസ്ഫിയർ ആർ റെസ്പോൺസിബിൾ. അറ്റ്മോസ്ഫിയറിലുള്ള ചേഞ്ച് കാരണമായിട്ട് ഉണ്ടാവുന്നതാണ് വിൻഡും സ്റ്റോമും ബ്രീസും റെയിനും ഒക്കെ. ദ ഫോർമേഷൻ ഓഫ് വാട്ടർ വേപ്പർ ഇൻ ദ അറ്റ്മോസ്ഫിയർ ക്യാൻ ബി ടേക്സ് പ്ലേസ് ഡ്യൂ ടു ഹീറ്റിംഗ്. അല്ലെ, വാട്ടർ ബോഡീസ് നല്ല രീതിയിൽ ഹീറ്റ് ചെയ്യുമ്പോഴാണ് അറ്റ്മോസ്ഫിയറിൽ വാട്ടർ വേപ്പേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അറ്റ്മോസ്ഫിയർ ഹീറ്റ് അപ്പ് ദ എർത്ത് നല്ല രീതിയിൽ ഹീറ്റ് അപ്പ് ചെയ്യും. ആൻഡ് റേഡിയേറ്റ് ബാക്ക് ഹീറ്റ് ദേ അബ്സോർബ്. ദ ലാൻഡ് ഗെറ്റ് ഹീറ്റ് അപ്പ് ആൻഡ് കൂൾഡ് അപ്പ് ഫാസ്റ്റർ ദാൻ വാട്ടർ. ലാൻഡ് ആണ് വാട്ടറിനെ പെട്ടെന്ന് ഹീറ്റ് ചെയ്യുന്നതും കൂൾ ചെയ്യുന്നതും. ആസ് ദ എയർ ഗെറ്റ്സ് ഹീറ്റഡ്
raised above which leads to wind. ഈ എയർ ഹീറ്റായിട്ട് പൊക്കത്തോട്ട് റേസ് ചെയ്യുമ്പോഴാണ് സംഭവിക്കുന്നത് വിൻഡായിട്ട് മാറുന്നത്. വിൻഡ് ഇൻ കോസ്റ്റൽ റീജിയൻസ് ഡ്യൂറിങ് ദ ഡേ ടൈം ആണ് എന്ത് ദ ലാൻഡ് ഇൻ ദ കോസ്റ്റൽ ഏരിയ ഗെറ്റ്സ് ഹീറ്റഡ് ഫാസ്റ്റർ ദാൻ ദ സീ. അല്ലെ നമ്മൾ സീ ബ്രീസും ലാൻഡ് ബ്രീസും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത് കോസ്റ്റൽ ഏരിയ പെട്ടെന്ന് ഹീറ്റപ്പ് ആവും സീനയിലും. ആസ് എ റിസൾട്ട് എന്ത് സംഭവിക്കും എയർ എബവ് ദ ലാൻഡ് റൈസ് ആൻഡ് ആ പ്രദേശത്ത് എന്തായിരിക്കും ലോ പ്രഷർ ആയിരിക്കും. വെൻ ദ എയർ എബവ് ദ sea rise more and low pressure, this create wind in the coastal area during daytime. അതുകൊണ്ടാണ് കോസ്റ്റൽ ഏരിയയിൽ വിൻഡ് ഡേ ടൈമിൽ. ഈ ഒരു രണ്ട് ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇത് ഡേ ടൈമിൽ. ഈ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് ഡേ ടൈമിൽ നടക്കുന്നത് മീൻസ് ഡേ ടൈമിൽ കടൽ ഹൈ പ്രഷറിലും ലാൻഡ് ലോ പ്രഷറിലും ആയിരിക്കും. ഗ്രൗണ്ട് ഗെറ്റ്സ് ഹീറ്റ്ഡ് അപ്പ് ഫാസ്റ്റർ ദാൻ ദ സീ. അപ്പോൾ എന്ത് സംഭവിക്കും എയർ ഗെറ്റ്സ് ഹീറ്റഡ് ആൻഡ് റൈസ് ടു ഫോം ദ ഏരിയ. ദെൻ 3 എന്താ സീ ഡസ് നോട്ട് ഗെറ്റ് ഹീറ്റഡ് ആസ് ക്വിക്ലി. അപ്പോൾ എന്ത് സംഭവിക്കും കൂളർ ആൻഡ് ഡെൻസർ എബവ് ദ സീ സ്ട്രിങ് ടു ഫോം ദ ഏരിയ ഓഫ് ഹൈ പ്രഷർ. അതിനുശേഷം ഇത് എന്തായിട്ട് വീശും കാറ്റായിട്ട് ഇങ്ങോട്ട് വീശും. ഇനി നൈറ്റ് ടൈമിലാണെങ്കിൽ ഈ സെക്കൻഡ് ഫിഗർ കൊടുത്തേക്കുന്നത് നൈറ്റ് ടൈമിലാണ് പറയുന്നത്. എന്താണ് ലാൻഡ് ലൂസസ് ഹീറ്റ് ഫാസ്റ്റർ. നൈറ്റ് ടൈമിലാവുമ്പോൾ ലാൻഡ് കൂൾസ് ഡൗൺ ചെയ്യും അല്ലെ. എയർ അബവ് ദ സീ വാമർ ആയിരിക്കും ആൻഡ് ക്രിയേറ്റ് ആൻ ഏരിയ ഓഫ് ലോ പ്രഷർ. അവിടെ ഒരു ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ആസ് എ റിസൾട്ട് ദ എയർ അബവ് ദ ലാൻഡ് മൂവ് ടുവേർഡ്സ് ദ സീ. ദിസ് കോസസ് എ വിൻഡ് അറ്റ് നൈറ്റ് ടൈം ഇൻ ദ കോസ്റ്റൽ റീജിയൻ. ആ ടൈമിലും കോസ്റ്റൽ റീജിയനിൽ ഒരു വിൻഡ് കിട്ടും. അതർ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ദ ഫോർമേഷൻ ഓഫ് വിൻഡ് ആർ എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കും അൺഈവൻ ഹീറ്റിംഗ് ഓഫ് എർത്ത് അറ്റ്മോസ്ഫിയർ. അൺഈവൻ ആയിട്ട് എർത്തിന്റെ അറ്റ്മോസ്ഫിയർ ഹീറ്റ് ചെയ്യുക. റൊട്ടേഷൻ ഓഫ് എർത്ത്. ദ പ്രസൻസ് ഓഫ് മൗണ്ടെയ്ൻസ് ഓൺ ദ എർത്ത്. ഇതൊക്കെ എന്താണ് റീസൺസ് ആണ് എന്തിന്റെ വിൻഡ് ഫോർമേഷൻ. ഈ ഫോർമേഷൻ ഓഫ് ക്ലൗഡ്. ഫോർമേഷൻ ഓഫ് ക്ലൗഡ് എങ്ങനെയാണ് ആസ് ദ വാട്ടർ ബോഡീസ് ഓൺ ദ എർത്ത് ഗെറ്റ് ഹീറ്റഡ് അപ്പ് the vapor is formed which carry out atmosphere through hot air releasing. When the air raised and expand and cools down, അവിടെ എത്തിയതിനു ശേഷം എന്ത് ചെയ്യും cool down ചെയ്യും. The water vapor present in the air also cools down forming tiny water droplets. അവിടെ അവർ എന്ത് ഫോം ചെയ്യും ചെറിയ ചെറിയ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് മാറും. These particles such dust particles ഒക്കെ കൂടി ചേർന്ന് അവർ എന്ത് ഫോം ചെയ്യും droplets form ചെയ്യും. These droplets condensate further to form large droplets. ഈ droplets ചേർന്നിട്ട് വലിയ droplets ആയിട്ട് മാറും. Therefore by the cloud. Once they become very heavy, അവർ വലിയതായിട്ട് മാറിയതിന് ശേഷം they fall on the ground as rain. അവരെന്തായിട്ട് താഴോട്ട് വീഴും rain ആയിട്ട് വീഴും. If the temperature of the air is very low, it results in the snowfall at some places. ടെമ്പറേച്ചർ താഴ്ന്ന പ്രദേശത്താണെങ്കിൽ എങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ അവിടെ സ്നോഫാൾ ആയിരിക്കും പെയ്യുന്നത്. The wind flowing in an area also affect the rainfall of that place. ഇനി എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ എങ്ങനെയാണ് the presence of harmful substance in the air lead to pollution of air. അതൊരു സിവിയർ ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ് അല്ലെ. എന്തൊക്കെയാണ് കോസസ് ഓഫ് എയർ പൊല്യൂഷൻ? ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ് അല്ലെ. ഫോസിൽ ഫ്യൂവൽസ് കത്തിക്കുക, കോള് പെട്രോളിയം തുടങ്ങിയുള്ളത് കത്തിച്ച നൈട്രജനും സൾഫർ ഗ്യാസും ഒക്കെയാണ് റിലീസ് ചെയ്യുന്നത്. എക്സോസ്റ്റ് ഫ്രം ഇൻഡസ്ട്രീസ് പുറത്തോട്ട് വിടുന്ന കാർബൺ മോണോക്സൈഡും ഓർഗാനിക് ഗ്യാസുകളും ഒക്കെ എയറിന്റെ ക്വാളിറ്റിനെ ഡിക്രീസ് ചെയ്യും. അടുത്തത് മൈനിങ്ങിൽ ധാരാളം കെമിക്കൽസ് ആയിരിക്കും എയറിലോട്ട് റിലീസ് ചെയ്യുന്നത്. അതും ഒരു കാരണമാണ്. ഇൻഡോർ ആക്ടിവിറ്റി cleaning agent and paint used in the houses related harmful which is polluted the air. നമ്മൾ ക്ലീനിങ് ഏജൻസും അതുപോലെ തന്നെ പെയിന്റ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ ഹാംഫുൾ ആണ്. സസ്പെൻഡഡ് particulate matter SPM അത്ര ഡീറ്റെയിൽ ആയിട്ട് കൊണ്ട് SPM ഒരു മേജർ കോസ് ആണെന്ന് പഠിച്ചാൽ മതി. ഇനി വാട്ട് ആർ ദ എഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ? എന്തൊക്കെയാണ് എയർ പൊല്യൂഷന്റെ എഫക്ട്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ആസിഡ് റെയിൻ. ആസിഡ് റെയിൻ എന്ന് പറഞ്ഞാൽ ദ റെയിൻ ഓഫൻ കണ്ടെയ്ൻ ആസിഡിക് കോമ്പൗണ്ട്സ് കണ്ടെയ്ൻ ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഹാർംഫുൾ ടു ആനിമൽസ് പ്ലാന്റ്സ് ക്രോപ്പ്. അതിനെയാണ് ആസിഡ് റെയിൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഹാർംഫുൾ ഡിസീസസും അലർജീസും
വരും. അതെന്തുകൊണ്ടാണ്? നമ്മൾ ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് ഹേർട്ടിലേക്ക് ഇൻഹേൽ ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ സ്കിന്നിനും ഐസിനും ഒക്കെ അലർജീസ് വരാം. ഡിക്രീസ് ദ വിസിബിലിറ്റി, ലെറ്റ് ടു ഫോർമേഷൻ ഓഫ് സ്മോഗ് ഫോർമേഷൻ നടക്കും. അതാണ് പറഞ്ഞത്. അടുത്തത് ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഓഫ് ദ എർത്ത് റൈസസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് കാരണം എർത്തിന്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നതാണ് ഗ്ലോബൽ വാർമിംഗ്. അടുത്തത് ഓസോൺ ലെയർ ഡിപ്ലീഷൻ. ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിപ്ലീഷൻ ഓഫ് ദ ഔട്ടർ ഓസോൺ പാളിയില് ഹോൾസ് എന്നതാണ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്ന് പറഞ്ഞത്. ഇനി ആസിഡ് റെയിൻ ഫോർമേഷന് മെയിൻ ആയിട്ടുള്ള ഗ്യാസുകൾ സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, പിന്നെന്താ, ഇതൊക്കെയാണ് റീസൺസ്. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ്. നമ്മളിപ്പോ എയറിന്റെ എല്ലാ പോയിന്റ്സും നമ്മൾ കവർ ചെയ്തു. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് വാട്ടർ. ഡിഫറെന്റ് ഫോംസ് ഓഫ് വാട്ടർ ആർ പ്രസന്റ് ഇൻ ദ എയർ, അല്ലെ? ഡിഫറെന്റ് മീൻസ് സലൈൻ വാട്ടർ ഉണ്ട്, വാട്ടർ വേപ്പർ ഉണ്ട്, ഫ്രഷ് വാട്ടർ ഉണ്ട്. ഫ്രഷ് വാട്ടർ മീൻസ് നമുക്ക് ഐസ് ക്യാപ്സിലും സ്നോയിലും ഒക്കെ ഉള്ള വാട്ടർ. അടുത്തത് വാട്ടർ വേപ്പർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലുള്ളത്. സലൈൻ വാട്ടർ എന്ന് പറഞ്ഞാൽ സീ വാട്ടർ. ഇനി നമുക്ക് ഇത് കുറച്ചും ഡീറ്റെയിൽഡ് ആയിട്ടാണ് അവർ കൊടുത്തേക്കുന്നത്. നമുക്ക് ആക്ച്വലി കുടിക്കാൻ പറ്റിയ വെള്ളം എന്ന് പറയുന്നത് വളരെ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രം ആണ്. വാട്ടർ ഈസ് നെസസിറ്റി ഫോർ ലൈഫ്. എന്തുകൊണ്ടാണ് നമ്മുടെ വാട്ടർ നെസസറി? അല്ലെ, നമ്മുടെ ബയോഡൈവേഴ്സിറ്റിക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് എന്ത്? വാട്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെല്ലുലാർ പ്രോസസ്സ് ഒക്കെ എന്ത് വേണം? വാട്ടർ വേണം. അതുപോലെ തന്നെ ബ്ലഡിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് പോർഷൻ ആണ് വാട്ടർ എന്ന് പറയുന്നത്. പിന്നെ വാട്ടർ ഹെൽപ്സ് ഇൻ റെഗുലേറ്റിംഗ് ബോഡി ടെമ്പറേച്ചർ, പ്രിവെന്റ് ഇഷ്യൂസ് ഫ്രം ഡ്രൈയിങ്, നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈ ആവാണ്ടിരിക്കാൻ. അതുപോലെ തന്നെ ഹെൽപ്സ് ഇൻ ഡൈജഷൻ ഓഫ് ഫുഡ്, helps in removal of waste products from the body. പ്ലാന്റ്സിനാണെങ്കിൽ എന്ത് ചെയ്യും? ട്രാൻസ്പോർട്ട് ടു ഡിഫറെൻറ്റ് പാർട്സ് for photosynthesis, that is for making ഫുഡ് പ്രിപ്പയർ ചെയ്യാനൊക്കെ വേണം. ഇനി വാട്ടർ പൊല്യൂഷൻ മീൻസ് ഹാർംഫുൾ സബ്സ്റ്റൻസ് സജസ് കെമിക്കൽസ്, ഗാർബേജ് ഒക്കെ വാട്ടറിൽ കൊണ്ടുപോയിടുമ്പോൾ സംഭവിക്കും വാട്ടർ പൊല്യൂട്ടഡ് ആവും. ഇനി വേസ്റ്റ് ഫ്രം ഇൻഡസ്ട്രീസ് ഡയറക്റ്റ് ആയിട്ട് മീൻസ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ ഡയറക്റ്റ് സീയിലോട്ടും റിവേഴ്സിലോട്ടും വിടും. വിത്തൗട്ട് ട്രീറ്റ് ചെയ്യാണ്ട്, പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഇല്ലാതെ വിടുന്നതിനാണ് ഇൻഡസ്ട്രീസ് വാട്ടർ പൊല്യൂഷൻ കോസ് ചെയ്യുന്നത്. അടുത്ത സീവേജ് എന്ന് പറഞ്ഞാൽ ഹൗസ് ഹോൾഡിലുള്ള ഹാർംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസ് ഒക്കെ നമ്മൾ ഡയറക്റ്റ് റിവറിലോട്ട് തള്ളുന്നതിനാണ് എന്ന് വിളിക്കുന്നത് സീവേജ്. മൈനിങ്ങിൽ മെറ്റൽ വേസ്റ്റ് ഒബ്റ്റെയിൻ ഫ്രം മൈനിങ് ആർ ഹാർംഫുൾ ഫോർ ഓർഗാനിസം പ്രസന്റ് ഇൻ വാട്ടർ. ഓക്കെ, അടുത്ത ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും. നമ്മൾ ഓവറായിട്ട് ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും യൂസ് ചെയ്താൽ അത് ഹാർംഫുൾ ആണ് സോയിൽ. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഇതാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു മൈനിങ് ആക്ടിവിറ്റി നടക്കുകയാണെങ്കിൽ അടുത്തൊരു സ്ട്രീം ഉണ്ടെങ്കിൽ അതിലോട്ടും ഹാർംഫുൾ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഗാർബേജ് ഡംപ് ഉണ്ട്, അതിൻ്റെ അടുത്തൊരു റിവർ ഉണ്ടെങ്കിൽ സംഭവിക്കും ഇതിലുള്ള അൺവാണ്ടഡ് വേസ്റ്റ് ഇതിലോട്ട് പോകും, അതും നാശമാവും. ഓക്കെ, അതുപോലെ ഇങ്ങനെയാണ് പല റീസൺസും കാരണമായിട്ട് ഉണ്ടാവുന്നത്. സീവേജിൻ്റെ ആണെങ്കിൽ സീവേജ് ഡയറക്റ്റ് വിടുമ്പോഴും ഇഷ്യൂസ് ഫേസ് ചെയ്യാം. ഗ്രൗണ്ട് വാട്ടറിന് വരെ ഇഷ്യൂസ് ഫേസ് ചെയ്യാം. അടുത്ത എഫക്റ്റ് ഓഫ് വാട്ടർ പൊല്യൂഷൻ കാരണം എന്താണ്? അൺവാണ്ടഡ് സബ്സ്റ്റൻസ് കാരണം നമുക്ക് മേക്ക് ഇറ്റ് പോയിസൺ ആൻഡ് എക്സ്ട്രീംലി ഹാർംഫുൾ ഫോർ കൺസംഷൻ. അല്ലെ, വാട്ടർ നമുക്ക് അങ്ങനെ കുടിക്കാൻ പറ്റില്ല. ഇറ്റ് ഇൻക്രീസ് ദ ബാക്ടീരിയ and several diseases like diarrhea, vomiting, typhoid, diphtheria, hepatitis, kidney diseases, nerve disorders, skin disease ഒക്കെ വരാം. വാട്ടർ പൊല്യൂഷൻ ക്യാൻ ലെഡ് ടു ഡിക്രീസ് ഓഫ് എമൗണ്ട് ഓഫ് ഓക്സിജൻ. വാട്ടറിലുള്ള ഓക്സിജൻ കുറഞ്ഞെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? അക്വാട്ടിക് ആനിമൽസിന്റെ ലൈഫിന് ബുദ്ധിമുട്ടായിട്ട് മാറും. ഇനി ടെമ്പറേച്ചർ ഓഫ് വാട്ടറിലെ ടെമ്പറേച്ചറും ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ അക്വാട്ടിക് ആനിമൽസ് എഗ് ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വളർച്ചക്ക് അത് കാരണമാവും. അടുത്തത് സോയിൽ അല്ലെങ്കിൽ ലാൻഡ്. എന്താണ്? അപ്പർ മോസ്റ്റ് ലെയർ ആണ് ക്രസ്റ്റിന്റെ, അല്ലെ? അവിടെയാണ് ലൈഫ് പോസിബിൾ ആയിട്ടുള്ളത്. ദെയർ ആർ ജനറലി ബൗണ്ട് ഓൺ റോക്ക് ആൻഡ് മൗണ്ടൻസ് ആണ്.
എന്താണ് റോക്ക് എങ്ങനെ ഫോം ചെയ്യുന്നത്? കുറേ വർഷങ്ങൾ കൊണ്ട് ലാർജ് കോഴ്സ് ഓഫ് ടൈമിൽ കെമിക്കൽസ്, ബയോളജിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോസസ്സ് വെച്ചിട്ട് ഉണ്ടാവുന്നതാണ് ഫോർമേഷൻ ഓഫ് സോയിൽ. സോയിൽ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സെവറൽ ലെയേഴ്സ് ഇൻ ദി സോയിൽ. ദീസ് ലെയേഴ്സ് ആർ കോൾഡ് ഹൊറൈസൺസ്. അപ്പോൾ സോയിൽ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ സെക്ഷൻ representing the sequence of each layer. Each layer ne കാണിക്കുന്ന ഒരു diagram in the horizon. The layer of the soil which help us to understand the usage of soil. Soil may consist of 4 layers. Such a soil is called mature soil. Mature soil എന്ന് പറഞ്ഞാൽ 4 ലെയർ ഉള്ള സോയിലും മെച്ചൂർ സോയിൽ എന്ന് പറയാം 2 ലെയർ ഉള്ള ഇമ്മെച്ചൂർ സോയിൽ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ 4 ലെയേഴ്സ് സർഫസ് ലെയർ, ഫസ്റ്റ് വൺ സർഫസ് ലെയർ എന്ന് പറഞ്ഞാൽ ഓ ഹൊറൈസൺ and partially decomposed particle. അടുത്തത് ടോപ്പ് സോയിൽ എന്ന് പറഞ്ഞാൽ മിനറൽസ് ഒക്കെയാണ് കിടക്കുന്നത്. സബ് സോയിൽ എന്ന് പറഞ്ഞാൽ ബി ഹൊറൈസൺ ഡ്രെയിൻ ബൈ അക്യൂമുലേറ്റഡ്. പിന്നെ പാരൻ മെറ്റീരിയൽ വെതറിങ് നടക്കുന്ന റോക്സ്. പിന്നെ ഏറ്റവും അടിയിലാണ് ബെഡ് റോക്ക്. ഓക്കെ, ഇനി ലെയേഴ്സ് ഓഫ് ഹൊറൈസൺ. ടോപ്പ് സോയിൽ ഓർ ദ ഹൊറൈസൺ. ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് ഓ ആണ് അല്ലെ, കാരണം എന്താണ്? അതിലാണ് ലാർജ് നമ്പർ ഓഫ് ഡീകമ്പോസ്ഡ് ലീവ്സും ഹ്യൂമസ് ഒക്കെ ഉള്ള സോയില് ഹൊറൈസൺ ഓയാണ്. അതിനുശേഷമാണ് ടോപ്പ് സോയിലും ഉണ്ട്. അതിലെന്താണ്? ഓർഗാനിക് മാറ്ററും സബ്സ്റ്റൻസും. പൊതുവെ അത് ഡാർക്ക് കളറും പോറസും ആയിരിക്കും. നല്ല രീതിയിൽ എയറിനെയും വാട്ടറിനെയും ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സോയിലായിരിക്കും. അടുത്ത സബ് സോയിൽ ഹൊറൈസൺ ബി ലൈ ബിലോ ദ ടോപ്പ് സോയിൽ. ഇറ്റ് ഹാസ് ഹാർഡ് ആൻഡ് കോമ്പാക്ട് ദാൻ ടോപ്പ് സോയിൽ. ടോപ്പ് സോയിലിലും ഹാർഡും കോമ്പാക്റ്റും ആണ്. സബ് സോയിലിൽ അത്ര ഓർഗാനിക് മെറ്റീരിയൽസ് കണ്ടെയ്ൻ ചെയ്യില്ല. Farmers plug their field and they often mix the topsoil and subsoil so the crop can grow easily. Horizon സീലാണ് ഇത് beneath the subsoil. അത് വെരി ഹാർഡും അതുപോലെ തന്നെ സ്റ്റോൺസ് ഒക്കെ ആയിരിക്കും അതിൽ ഉള്ളത്. നോ ഓർഗാനിക് മെറ്റീരിയൽസ് ഉണ്ടാവില്ല, ഓർഗാനിക് മെറ്റീരിയൽസ് ഇല്ലാത്ത സോയിലാണ്. ഹൊറൈസൺ ആറെന്ന് പറഞ്ഞാൽ ബെഡ് റോക്ക്, മീൻസ് ഏറ്റവും ലാസ്റ്റ് ലെയർ അൺവെതേർഡ് റോക്കാണ്. ഇനി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്ട് ദ ഫോർമേഷൻ ഓഫ് സോയിൽ? ഫസ്റ്റ് വൺ സൺ. സണ്ണിന്റെ ഫോർമേഷൻ എന്തുകൊണ്ടായിരിക്കും? സണ്ണ് റീസൺ ആയിട്ട് വന്നത്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ബ്രേക്ക് ഡൗൺ ഓഫ് റോക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ സണ്ണിന്റെ ഹെൽപ്പ് വേണം. സണ്ണിന്റെ റേഡിയേഷൻസ് ഹീറ്റ് അപ്പ് ദ റോക്ക്. ആ ഒരു റേഡിയേഷൻ ഹീറ്റ് ചെയ്തിട്ടാണ് ഇത് സംഭവിക്കുന്നത്. റോക്സ് എക്സ്പാൻഡ് ചെയ്തിട്ട് ഡ്യൂറിങ് ദ നൈറ്റ് റോക്സ് കൂൾ ഡൗൺ ആൻഡ് ദേ കോൺട്രാക്ട്. ഇങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ ദേ ഫോം ക്രാക്സ് ഓൺ ദം ആൻഡ് അൾട്ടിമേറ്റ്ലി ബ്രേക്ക് ദം. ഇനി വാട്ടർ ഗെറ്റ്സ് ഇൻ ടു ദ ക്രാക്സ് അല്ലെ, പല ക്രാക്സിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ദിസ് ലെഡ് ടു വൈറ്റനിങ് ഓഫ് ക്രാക്സ്. അതുപോലെ വാട്ടർ ഫ്ലോസ് ടു ദിസ് ക്രാക്സ് എന്ന് സംഭവിക്കുക ആ റോക്കിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തത് വിൻഡ് എന്ന് പറഞ്ഞാൽ വെയർ ആൻഡ് റെയർ ഓഫ് റോക്ക്. സ്ട്രോങ് വിൻഡിന് എന്ത് സംഭവിക്കും? റബ് എഗെയിൻസ്റ്റ് ദ റോക്ക് ആൻഡ് ബ്രേക്ക് ദം വെയർ ദം ആൻഡ് ജസ്റ്റ് ലൈക്ക് വാട്ടർ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ വിൻഡിനും ചെയ്യാൻ പറ്റും. ഇനി ലിവിങ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ചെറിയ ജീവി. ലൈക്കൻസ് എന്ന് പറഞ്ഞ ഒരു കൈൻഡ് ഓഫ് ഓർഗാനിസം ആണ് വിച്ച് ഗ്രോ ഓൺ ദ റോക്ക് ആൻഡ് സെക്രീറ്റ് സം സബ്സ്റ്റൻസ്. അപ്പോൾ ഈ സബ്സ്റ്റൻസ് സെക്രീറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കും? സോയിൽ ഫോർമേഷൻ നടക്കും. അതുപോലെ തന്നെ സം പ്ലാന്റ്സ് ഗ്രോ ഓൺ റോക്ക്, അതും ഈ റോക്സിനെ ബ്രേക്ക് ചെയ്യും. ഇനി ഇറ്റ് മേ ഹെൽപ്പ് ടു റൂട്ട് ഓഫ് ഡിഫറെൻറ്റ് പാർട്സ്. പ്ലാന്റ്സിൻ്റെ റൂട്ട്സ് ഈ ഓരോ പൊസിഷൻസിലും കൂടി പോവും റോക്കിന്. അപ്പോൾ അത് കാരണം എന്ത് സംഭവിക്കാം? ഇത് സോയിൽ ഫോർമേഷൻ നടക്കാം. അടുത്തത് സോയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് സബ്സ്റ്റൻസസ് അല്ലെ. സ്മോൾ പീസ് ഓഫ് റോക്ക്, ഹ്യൂമസ്, മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ്, മിനറൽസ്, ന്യൂട്രിയൻസ് ഒക്കെ ചേർന്നാണ് എന്തുണ്ടാവുന്നത്? സോയിൽ ഫോം ചെയ്യുന്നത്. ദ ഫാക്ടേഴ്സ് ദാറ്റ് ഡിസൈഡ് ദ സോയിൽ ടൈപ്പ്. എങ്ങനെയുള്ള സോയിലാണെന്ന് നമുക്ക് എങ്ങനെ ഡിസൈഡ് ചെയ്യാം? ഫസ്റ്റ് വൺ പാരന്റ് റോക്കിനെ ബേസ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ എത്രത്തോളം ഹ്യൂമസ് മീൻസ് ഫെർട്ടിലിറ്റി ഉള്ള സോയിലാണോ, അതുപോലെ തന്നെ എത്രത്തോളം മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ് അതിൽ ജീവിക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോ ഫാക്ടേഴ്സ് ആണ്. ഈ എല്ലാ ഫാക്ടേഴ്സും ഡിസൈഡ് ചെയ്യും അതിൽ എന്ത് പ്ലാന്റ് ഗ്രോ ചെയ്യണമെന്ന്. അപ്പൊ ടോപ്പ് സോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പർ ലെയർ ഓഫ് ദ സോയിൽ.
ഓക്കെ, നെക്സ്റ്റ് വൺ സോയിൽ പൊല്യൂഷൻ. നമ്മപ്പോൾ എയർ പൊല്യൂഷൻ പറഞ്ഞ പോലെ തന്നെ സോയിൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോയിലിൽ എല്ലാ ഫാക്ടേഴ്സിനെയും റിമൂവ് ചെയ്യുന്നത്, കമ്പോണൻസിനെയൊക്കെ ഗെറ്റ് റിമൂവ്ഡ് ഫ്രം ദ സോയിൽ. സോ ഇറ്റ് ലൂസസ് ദ ഫെർട്ടിലിറ്റി. അതുവഴി സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ലൂസ് ചെയ്യും. ദിസ് ഫിനോമിന ഇസ് കോൾഡ് സോയിൽ പൊല്യൂഷൻ. എന്താണ് സോയിൽ പൊല്യൂഷൻ്റെ റീസൺസ്? നമ്മൾ ലോങ് യൂസേജ് ഓഫ് ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ കുറേ നാളായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി പോകും. അതുപോലെ തന്നെ ഫ്ലോയിങ് വാട്ടർ, വിൻഡ്, ഇതൊക്കെ സോയിലിനെ പല ഭാഗത്തോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇതും ഒരു ഫാക്ടറാണ്. അടുത്ത ഡിഫോറസ്റ്റേഷൻ. നെക്സ്റ്റ് വൺ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ലൈക്ക് മൈനിങ്, എക്സ്ട്രാക്ഷൻസും ഇതെല്ലാം എന്തിൻ്റെ റീസൺ ആണ്? സോയിൽ പൊല്യൂഷൻ്റെ റീസൺസ് ആണ്. ഇനി എഫക്റ്റ് ഓഫ് സോയിൽ പൊല്യൂഷൻ. സോയിൽ പൊല്യൂഷൻ്റെ എഫക്റ്റ് എന്താണ്? സെവറൽ എഫക്ട്സ് ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. സിവിയർലി എഫക്ട് ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്. പ്ലാന്റിന്റെ ഗ്രോത്തിനെയാണ് മെയിൻലി അത് എഫക്റ്റ് ചെയ്യുന്നത്, അല്ലേ? റെസ്ട്രിക്ട് ദ അഗ്രികൾച്ചർ ഓൺ ദ ലാൻഡ്. ലാൻഡിൽ അഗ്രികൾച്ചർ ചെയ്യാൻ പറ്റാതെയാവും. ക്വാളിറ്റി ഓഫ് ദ സോയിൽ കുറയും. അതുപോലെ തന്നെ എന്താ? ഹെൽത്ത് ഓഫ് ദ ഹ്യൂമൻ ബീങ്സ് ഹു കൺസ്യൂം ദ ഫുഡ്. അതിൽ നിന്നൊന്ന് പെസ്റ്റിസൈഡ്സ് ആണെങ്കിൽ നമുക്ക് നല്ല പോഷകാഹാരമൊന്നും കിട്ടത്തില്ല. ഇറ്റ് ക്യാൻ ചേഞ്ച് ദ സ്ട്രക്ചർ ഓഫ് സോയിൽ. സോയിലിൻ്റെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യും. ഇനി സോയിൽ ഇറോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് അപ്പർ ലെയർ ഓഫ് ദ സോയിൽ ഗെറ്റ് വാഷ്ഡ് അവേ. സോയിലിൻ്റെ പൊക്കത്തെ ലെയർ വാഷ് ചെയ്ത് കൊണ്ടുപോകും. വാഷ് ചെയ്തെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ടോപ്പ് ലെയർ മാത്രം എന്ത് കാരണം? വിൻഡ് കാരണം പോകാം. വിൻഡ് വാട്ടറിനൊക്കെ കാരണം ഡിഗ്രേഡേഷൻ നടക്കാം. ഇനി ഹൗ ക്യാൻ ദ റൂട്ട് ഓഫ് പ്ലാന്റ്സ് പ്രിവെന്റ് ദ സോയിൽ ഇറോഷൻ? റൂട്ട്സ് എന്ത് സംഭവിക്കും? റൂട്ട്സ് ബൈൻഡ് ചെയ്യും, സോയിലിനെ ബൈൻഡ് ടുഗെദർ. ആ ഒരു പോയിന്റാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതുന്നത്. സോയിൽ ബൈൻഡ് ടുഗെദർ ദ soil together and prevent the wind and water flowing away from soil particles. The plants also let the movement of water inside and allowed it to reach the deeper layer, leading to an increase in the water retention of the soil and underground water level. Okay. ഇനി ബയോകെമിക്കൽ സൈക്കിൾസ്. നമുക്ക് ധാരാളം സൈക്കിൾസ് അറിയാം, നാച്ചുറൽ സൈക്കിൾസ് ഓൺ ദ എർത്ത്. അപ്പം ഏതൊക്കെയാണ് ആ സൈക്കിൾസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വാട്ടർ സൈക്കിൾ ഉണ്ട്, നൈട്രോജൻ സൈക്കിൾ ഉണ്ട്, കാർബൺ സൈക്കിൾ ഉണ്ട്, ഓക്സിജൻ സൈക്കിൾ ഉണ്ട്. ഓക്കെ, ഓരോ സൈക്കിൾസും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ വാട്ടർ സൈക്കിൾ. വാട്ടർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടർ റെഫേഴ്സ് ദ കണ്ടിന്യൂസ് മൂവ്മെന്റ് ഓഫ് വാട്ടർ ഫ്രം സീ ടു ദ ഗ്രൗണ്ട് ആൻഡ് ദെൻ ബാക്ക് അഗെയിൻ. ഓക്കെ, ഇതൊക്കെ നമ്മളൊരു 4th 5th EVS പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ദ വാട്ടർ സൈക്കിൾ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് സ്റ്റേജസ്. ഏതൊക്കെയാണ്? ഇവാപ്പറേഷൻ, കണ്ടൻസേഷൻ, റെയിൻഫാൾ, സ്നോ ഓർ പ്രസിപ്പിറ്റേഷൻ. ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടർ ഫ്രം ദ എർത്ത് ഇവാപ്പറേറ്റ് ഇൻ ടു വാട്ടർ വേപ്പേഴ്സ് ആയിട്ട് പോകുന്നത്. കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ കൂൾ ഡൗൺ ആൻഡ് ഫോം ക്ലൗഡ് ഫോർമേഷൻ നടക്കണേനാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ക്ലൗഡിൽ നിന്ന് വാട്ടർ അല്ലെങ്കിൽ റെയിൻഫാൾ, സ്നോ ഒക്കെ ആയിട്ട് താഴോട്ട് വീണ്ടും എർത്തിലോട്ട് പോകുന്ന പ്രോസസ്സിനെയാണ് എന്ന് വിളിക്കുന്നത് പ്രസിപ്പിറ്റേഷൻ എന്ന് വിളിക്കുന്നത്. ദെൻ ഈ സൈക്കിൾ പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഡയഗ്രാം വെച്ച് തന്നെ വാട്ടർ സൈക്കിൾ എന്താന്ന് കൺവേ ചെയ്യാം. ഓക്കെ, അടുത്തത് നൈട്രോജൻ സൈക്കിൾ. നൈട്രോജൻ സൈക്കിൾ റെഫേഴ്സ് ദ പാസേജ് ഓഫ് nitrogen from the atmosphere where it is transformed from simple element on complex molecules and vice versa. അപ്പോൾ ധാരാളം ഓർഗാനിസത്തിൽ എങ്ങനെയാണ് നൈട്രോജൻ യൂസ്ഡ് അപ്പ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നമുക്കറിയാം നൈട്രോജൻ അറ്റ്മോസ്ഫിയറിൽ പ്രസൻറ്റഡ് ആണ്, അല്ലെ? നൈട്രോജൻ അറ്റ്മോസ്ഫിയറിൽ പ്രസൻറ്റഡ് ആണ്. അത് ഡീനൈട്രിഫിക്കേഷൻ ചെയ്യും. ആര്? അറ്റ്മോസ്ഫിയർ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫിക്സേഷൻ. ഓക്കെ, നൈട്രിഫിക്കേഷൻ ചെയ്യും നൈട്രേറ്റ്സ് ആയിട്ട്, പിന്നെ ഡീനൈട്രിഫിക്കേഷൻ ചെയ്യും. അമോണിയ നൈട്രോജൻ ഫിക്സേഷൻ നടത്തും. അത് ആരാണ് നൈട്രോജൻ ഫിക്സേഷൻ നടക്കുന്നത്? ഗ്രീൻ പ്ലാന്റ്സും ആണ്. അതുപോലെ തന്നെ ആനിമൽസും ഉണ്ട്. പ്രോട്ടോപ്ലാസം എന്ന് പറയുന്ന ആനിമൽസും
അവരെന്ത് റിലീസ് ചെയ്യും? അമോണിയ. ഇതും റിലീസ് ചെയ്യും. അപ്പൊ അതിനെ അമോണിഫിക്കേഷൻ എന്ന് വിളിക്കാം. അത് പിന്നെയും നൈട്രേറ്റ്സ് ആയിട്ട് മാറി പിന്നെയും ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും. It is important that 78% of airൽ ഏത് ഗ്യാസ് ആണുള്ളത്? നൈട്രജൻ ഗ്യാസ് ആണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മെയിൻ നമ്മുടെ ബോഡിയിലെ എസെൻഷ്യൽ പോർഷൻസ് ആയിട്ടുള്ള പ്രോട്ടീൻസ്, അമിനോ ആസിഡ്സിലൊക്കെ മെയിൻ കോമ്പോണൻസ് ആണ് DNA, RNA അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ യൂറിയ, അതിലേക്ക് കോമൺ എലമെന്റ് ആണ് എന്ത്? നൈട്രജൻ. നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിസ്റ്റ് in its inherent from, but in order to access by most living organism it must be converted into the organic formiലോട്ട് ഇത് കൺവേർട്ട് ചെയ്യണം. The process of nitrogen into organic form is called nitrogen fixation. അപ്പോൾ ഓർഗാനിക് ഫോമിലോട്ട് മാറ്റുന്ന പ്രോസസ്സിന്റെ പേരാണ് നൈട്രോജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. നൈട്രോജൻസ് ഫിക്സ് ചെയ്യുന്നത് രണ്ട് രീതിയിലുണ്ട്. ഫസ്റ്റ് വൺ ബയോളജിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ച് ബാക്ടീരിയാസ് എന്ത് ചെയ്യും? നൈട്രോജൻ എടുത്തിട്ട് അത് ഓർഗാനിക് നൈട്രോജൻസ് ആയിട്ട്, ദാറ്റ് ഇസ് നൈട്രേറ്റ്സ് എടുത്തിട്ട് എന്ത് സംഭവിക്കും? അതിനെ നൈട്രൈറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നാലാണ് നൈട്രൈറ്റ്സ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നോക്കി, റൈസോബിയം, സൈക്നോ ബാക്ടീരിയ എന്നൊക്കെ പറയുന്ന ബാക്ടീരിയാസ് ചേഞ്ച് ചെയ്യും? നൈട്രേറ്റ്സിനെ നൈട്രൈറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അടുത്തത് ഫിസിക്കൽ ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ നാച്ചുറൽ നൈട്രോജൻ ഫിക്സേഷൻ. അതെങ്ങനെയാണ്? ബൈ ലൈറ്റ്നിങ്ങിലെ ഇടിവെട്ട് കാരണം ഉണ്ടാവും. These oxides dissolved in the air and form nitric acid and fall on the land along with the rainfall. മഴയുടെ കൂടെ താഴത്തോട്ട് പോരും. അടുത്തത് ഇൻഡസ്ട്രിയൽ നൈട്രോജൻ ഫിക്സേഷൻ. ഇൻഡസ്ട്രീസ് എന്ത് ക്രിയേറ്റ് ചെയ്യും? അമോണിയ ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നൈട്രോജൻ റിച്ച് ഫെർട്ടിലൈസേഴ്സ്. അപ്പൊ നൈട്രോജൻ അത് സോയിലോട്ട് ആഡ് ചെയ്ത നൈട്രോജൻ ഫിക്സേഷൻ നടക്കും. അടുത്തത് നൈട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പ്രോസസ്സ്? അമോണിയ, സോയിലുള്ള അമോണിയനെ കൺവേർട്ട് ചെയ്ത് നൈട്രേറ്റും നൈട്രൈറ്റ്സും ആക്കി മാറ്റുന്നതാണ് ബാക്ടീരിയ. ഈ ഒരു പ്രോസസ്സിനെയാണ് നൈട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. അസിമിലേഷൻ, ദ വേരിയസ് നൈട്രോജൻ കോമ്പൗണ്ട്സ് ആർ യൂട്ടിലൈസ്ഡ് ബൈ ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? അസിമിലേഷൻ എന്ന് വിളിക്കുന്നത്. അടുത്തത് അമോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്ലാന്റും ആനിമലും ധാരാളം വേസ്റ്റ് എക്സ്ക്രീറ്റ് ചെയ്യും അല്ലെ? ഈ വേസ്റ്റിനെ ഡീകമ്പോസ് ചെയ്ത് ബ്രേക്ക് ഡൗൺ ചെയ്ത് നൈട്രോജൻ കോമ്പോണൻസിനെ അമോണിയ ആക്കുന്ന പ്രോസസ്സിനെ എന്ത് വിളിക്കുന്നത്? അമോണിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അത് ഡീനൈട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വെറ്റ് സോയിൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ ദ മൈക്രോ ഓർഗാനിസം ടു ബ്രീത്ത് അല്ലെ? അതിൽ ചെയ്യുന്നൊരു സ്പെഷ്യൽ പ്രോസസ്സാണ് ഡീനൈട്രിഫിക്കേഷൻ. ബാക്ടീരിയ ഇതെന്ത് ചെയ്യും? ഇറ്റ് കൺവേർട്ട് നൈട്രേറ്റ് ഓക്സിജൻ പ്രസന്റ് ഇൻ ദ സോയിൽ ടു ഓക്സിജനും നൈട്രോജനും ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് സ്യൂഡോമാസ് ആൻഡ് ക്ലോസ്ട്രാഡിയം എന്ന് പറയുന്ന ഡീനൈട്രിഫൈങ് ബാക്ടീരിയാസ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത് ഈ പറഞ്ഞത്. അടുത്തത് കാർബൺ സൈക്കിൾ refers to the process by which carbon is exchanged among the biotic and abiotic compounds അല്ലെ? ബയോട്ടിക്കും അബയോട്ടിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സിന്റെ ഇടയിലോട്ട് കാർബൺ സൈക്കിൾ ഏൽപ്പിക്കുന്നതാണ് കാർബൺ സൈക്കിൾ. അപ്പൊ കാർബൺ ഇൻ അറ്റ്മോസ്ഫിയർ അല്ലെ? അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ എന്ത് സംഭവിക്കും? ഓർഗാനിക് കോമ്പൗണ്ട്സ് ആയിട്ടുള്ള പ്ലാന്റ്സ് എടുക്കും, പ്ലാന്റ്സിൽ നിന്ന് ആനിമൽസ് എടുക്കും. അതിൽ നിന്ന് നമുക്ക് പെട്രോളിയം ആയിട്ടും ഇൻഓർഗാനിക് കാർബണേറ്റ്സ് ആയിട്ട് തിരിച്ചെന്ത് സംഭവിക്കും? ഡീകമ്പോസിഷൻ വഴി കാർബൺ ഡൈ ഓക്സൈഡിലോട്ട് പോകും. ഇതാണ് ഈ ഓർഗാനിക് പ്ലാന്റ്സിലാണെങ്കിൽ കോൾ, ലൈം സ്റ്റോൺ, വാട്ടറിലെ കാർബണേറ്റ്സ് ഒക്കെ ആയിട്ട് പ്രസന്റ് ചെയ്ത് ഇവിടെ നിൽക്കും. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ കാർബണിന് നമുക്ക് ധാരാളം ഫോംസിൽ തരത്തിൽ കാണാം. കാർബൺ ഡൈ ഓക്സൈഡ്, കാർബണേറ്റ്സ്, അതുപോലെ തന്നെ കാർബൺ ഇൻ ദ ഫോം ഓഫ് പ്രോട്ടീൻ, വിറ്റാമിൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, അതുപോലെ തന്നെ നമ്മുടെ സ്കെലിറ്റനിൽ മീൻസ് ബോൺസിൽ പ്രസന്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലാന്റ്സ് കൺവേർട്ട് കാർബൺ ഇൻ ടു ഗ്ലൂക്കോസ്. ഹൗ കാർബൺ ഈസ് റിലീസ് ബാക്ക് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ? എങ്ങനെയാണ് ബാക്ക് ആയി അറ്റ്മോസ്ഫിയറിലോട്ട് തിരിച്ചു വിടുന്നത്? റെസ്പിറേഷൻ, കംപ്രഷൻ. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആനിമൽസ് ഗ്ലൂക്കോസ് ഒക്കെ എടുത്തിട്ട് അതിനെ റിലീസ് ചെയ്യുന്ന പരിപാടിയാണ് എന്ത്? കാർബൺ ഡൈ ഓക്സൈഡ് ത്രൂ റെസ്പിറേഷൻ. അപ്പൊ ഗ്ലൂക്കോസിന്
കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് റെസ്പിറേഷൻ. കമ്പഷൻ എന്ന് പറഞ്ഞാൽ ബേണിംഗ് ഓഫ് ഫ്യൂവൽസ് ഇൻ ടു ഡിഫറെൻറ്റ് കൈൻഡ്, മീൻസ് കുക്കിങ്ങും ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസും ഒക്കെ വഴി കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, കമ്പഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹൗസ് ലൈക്ക് സ്ട്രക്ചർ മെയ്ഡ് അപ്പ് ഓഫ് ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് വെച്ചിട്ടായിരിക്കും. ഇറ്റ് പ്രൊവൈഡ് പ്ലാന്റ്സ് വിത്ത് ആൻ അപ്രോപ്രിയേറ്റ് എൻവയോൺമെന്റ് ടു സപ്പോർട്ട് ദെയർ ഗ്രോത്ത്. ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ദിസ് ഈസ് പോസിബിൾ ബിക്കോസ് ഓഫ് ദ ഗ്രീൻ ഹൗസ് ട്രാപ്പ് ദ ഹീറ്റ് ഇൻസൈഡ് ഇറ്റ് ആൻഡ് പ്രിവെൻറ്റ് ഇറ്റ് ഫ്രം ഗോയിങ് ഔട്ട്. ആ ഹീറ്റിനെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതിനെ പ്രിവെൻറ്റ് ചെയ്യും പുറത്തോട്ട് പോവാതെ. ഇനി ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ സെവറൽ ഗ്യാസസ് പ്രസന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ വിച്ച് പ്രിവെൻറ്റ് ഹീറ്റ് എൻറ്ററിങ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ ആൻഡ് മൂവിങ് ഔട്ട്. വെൻ ദ എമൗണ്ട് ഓഫ് ദീസ് ഗ്യാസസ് ഇൻക്രീസസ്, ഈ ഗ്യാസിൻ്റെ അളവ് ഈ ഭൂമിയിൽ കൂടുമ്പോൾ ദിസ് ലെഡ് ടു സെവറൽ പ്രോബ്ലംസ് ലൈക്ക് ഇൻക്രീസ് ഇൻ ദ സീ ലെവൽ. സീ ലെവൽ കൂടും, മെൽറ്റിംഗ് ഓഫ് ഗ്ലേഷ്യേഴ്സ്. ഈ എഫക്റ്റിനെയൊക്കെ എന്ത് വിളിക്കുന്നത്, ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാണ്? The gases that causes greenhouse effect are called greenhouse gases. കാർബൺ ഡൈ ഓക്സൈഡ്, മീത്തേൻ, ഓസോൺ ഒക്കെയാണ് ഈ ഗ്യാസുകൾ. ഓക്കെ, ഇനി ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫിനോമിന ഇൻ വിച്ച് ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ദ എർത്ത് ഇൻക്രീസസ്. എർത്തിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്, ഗ്ലോബൽ വാർമിംഗ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു ഡയഗ്രം നിങ്ങളൊന്ന് നോക്കി വെക്കാം. ഇനി ഗ്ലോബൽ വാർമിങ്ങിൻ്റെ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റിൻ്റെ എഫക്ട്സ് എന്തൊക്കെയാണ്? ഇൻക്രീസ് ദ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് എർത്ത്. എർത്തിൻ്റെ ടെമ്പറേച്ചർ കൂടും. എർത്തിൻ്റെ ടെമ്പറേച്ചർ കൂടി എന്ത് സംഭവിക്കും? മെൽറ്റ്, ഐസ് ക്യാപ്സ് മെൽറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഗ്രീൻ പ്ലാന്റ്സിനൊക്കെ ഗ്രോത്തിൻ്റെ ഒക്കെ ടെമ്പറേച്ചർ കൂടിയ അങ്ങനെ ധാരാളം ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ ഇൻക്രീസ് ഇൻ ദ ടെമ്പറേച്ചർ ഓഫ് ഓഷ്യൻ. അക്വാട്ടിക് ആനിമൽസിന്റെ സർവൈവലിന് ബുദ്ധിമുട്ടായിരിക്കും. അടുത്തത് സെവറൽ വെതർ കണ്ടീഷൻസ് ചിലപ്പോൾ കോൾഡ് ക്ലൈമറ്റ് ആവും, ഹോട്ട് ക്ലൈമറ്റ് ആവും, അങ്ങനെ മാറി മറിഞ്ഞിരിക്കും. വാമർ വിന്റർ, വാമർ സീസൺ ഇൻ മെനി പ്ലേസ് ഓഫ് ദ എർത്ത് ഹാസ് ഡിക്രീസ് ഡ്യൂ ടു ഗ്ലോബൽ വാർമിംഗ്. ഓക്കെ, അടുത്തത് ഇൻഫെർട്ടൈൽ ലാൻഡിന്റെ ഫെർട്ടിലിറ്റി കുറയും. എഫക്റ്റ് ഓൺ ആനിമൽസിനെ എഫക്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ മൈഗ്രേഷനും ഹെർബിനേഷനും ഒക്കെ വേണ്ടി ഇതിനെയൊക്കെ എഫക്റ്റ് ചെയ്യും. ഫ്ലഡിങ് ഓഫ് ഐലൻഡ്സ്, വാട്ടർ ലെവൽ, സീ ലെവൽ റൈസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഐലൻഡ്സും കോസ്റ്റൽ ഏരിയാസും ഫ്ലഡഡ് ആവും. ഇൻക്രീസ് ഡിസീസസ്, ധാരാളം ഹാർട്ട് ഡിസീസ്, റെസ്പിറേഷൻ, ഐ ഡിസീസസ് ഒക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കോളറ, മലേറിയ പോലുള്ള ഡിസീസും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഓക്സിജൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ മെയിൻ്റെനൻസ് ഓഫ് ഓക്സിജൻ പ്രസന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അതിനെയാണ് ഓക്സിജൻ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഇനി ഓക്സിജൻ, ഇമ്പോർട്ടൻസ് ഓഫ് ഓക്സിജൻ എന്താണ്? സെക്കൻഡ് മോസ്റ്റ് അബണ്ടന്റ് ഗ്യാസ് ആണ്. അതുപോലെ തന്നെ എർത്തിന്റെ ക്രസ്റ്റിൽ മെറ്റൽ ഓക്സൈഡ്സിലൊക്കെ ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. കമ്പൈൻഡ് ടു വിത്ത് കാർബൺ ടു ഫോം കാർബൺ ഡൈ ഓക്സൈഡ്. ഇറ്റ് ഈസ് ഓൾസോ പ്രസന്റ് ഇൻ പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്സിലൊക്കെ പ്രസന്റ് ആണ്. കാർബണ് 3 പ്രോസസ് ഉണ്ട്: കമ്പഷൻ, റെസ്പിറേഷൻ, ഫോർമേഷൻ ഓഫ് നൈട്രജൻ. ഫസ്റ്റ് വൺ ഓക്സിജൻ റിട്ടേൺ ബാക്ക് ഫ്രം ദ എൻവയോൺമെന്റ്. ഏത് പ്രോസസ് വഴിയാണ്? ഫോട്ടോസിന്തസിസ് വഴിയാണ് നമുക്ക് റിട്ടേൺ ബാക്ക് ചെയ്ത് എന്ത് കിട്ടുന്നത് അല്ലേ? ഇനി ഇതാണ് ഓക്സിജൻ സൈക്കിൾ. നമുക്കറിയാം അറ്റ്മോസ്ഫിയറിലുള്ള O2 അല്ലേ, റെസ്പിറേഷൻ ചെയ്യും, അതെന്ത് റിലീസ് ചെയ്യും? വാട്ടറും റിലീസ് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. ഇത് രണ്ടും ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് എടുക്കും. ഫോട്ടോസിന്തസിസ് ചെയ്ത് O2 റിലീസ് ചെയ്യും. ഇത് നമുക്കിടയിൽ ഒരു ഓർഗാനിക് മോളിക്യൂൾസ്, ഗ്ലൂക്കോസ് പോലുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈക്കിൾ നിങ്ങൾ ഓക്സിജൻ സൈക്കിൾ ചോദിച്ചാൽ വരക്കണം. ഇനി ഓസോൺ ലെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ അപ്പർ ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഓഫ് എർത്ത് കവേർഡ് ബൈ ഓസോൺ ഗ്യാസ് അല്ലേ. ദിസ് ഗ്യാസ് ഈസ് വെരി പോയിസൺ അല്ലേ. ഈ ഗ്യാസ് ഭയങ്കര പോയിസൺ ആണ്. ഓസോൺ ലെയർ എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ആക്ട് എസ് എ ഷീൽഡ് ടു പ്രിവെന്റ് ഹാംഫുൾ ആൻഡ് അൾട്രാവയലൻറ്റ് സണ്ണിൽ നിന്നുള്ള അൾട്രാവയലൻറ്റ് റേസിൽ നിന്നുള്ളൊരു പ്രൊട്ടക്ഷനാണ് ഓസോൺ ലെയർ എന്ന് പറഞ്ഞാൽ.
ഇതുള്ളതുകൊണ്ടാണ് സർവൈവൽ ഓൺ ദ എർത്ത് ഇസ് പോസിബിൾ. ഓസോൺ ലെയർ എന്ത് സംഭവിക്കും? ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓസോൺ ലെയറിൽ ഹോൾസ് വീഴും. അത് CFC പോലുള്ള ഗ്യാസുകൾ കാരണമായിട്ടും ഉണ്ടാകും, ക്ലോറോഫ്ലോറോ കാർബൺ. It has been discovered that ozone layer is getting depleted. Deplete ചെയ്തുകൊണ്ടിരിക്കുകയാണ്. A hole in the ozone layer is found over Antarctica. Antarctica ഒരു ഓസോൺ ഹോൾ ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. Mainly because of the presence of chlorofluorocarbon in the atmosphere. ഈ chlorofluorocarbon എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? റെഫ്രിജറേഷൻ, എയറോഫോൾ, ഫോംസ്, സോൾവൻസി എന്നൊക്കെയാണ് ഉണ്ടാകുന്നത്. ക്ലോറിനും ഫ്ലൂറിനും present in the reach the ozone layer, which react to form complex compound and result in the depletion of ozone. അത് ക്ലോറിനും ഫ്ലൂറിനും ചെന്നിട്ട് ഓസോൺ ലെയറിനെ ഡിപ്ലീറ്റ് ചെയ്യും. ഓസോൺ ലെയർ വുഡ് ഡിപ്ലീറ്റ് അൾട്രാവയലറ്റ് റേസ് നമ്മുടെ ഭൂമിയിലോട്ട് കയറും. ഇങ്ങനെ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? സ്കിൻ ക്യാൻസേഴ്സ് കൂടും. ഓക്കെ, അതുപോലെ തന്നെ ഐസിന് ഈ അൾട്രാവയലറ്റ് റേസ് ഡാമേജ് ആണ്. ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ചെയ്യും, സ്കിൻ അലർജീസ് വരാൻ തുടങ്ങും, പ്ലാന്റ്സും ആനിമൽസും ഒക്കെ ഡീക്കേ ചെയ്യും, നാച്ചുറൽ കാർബൺ സൈക്കിൾ ബ്രേക്ക് ഡൗൺ ചെയ്യും. ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു സിവിയർ എഫക്റ്റ് ആണ്. ഓക്കെ സോ അത്രേ ഉള്ളൂ നമ്മുടെ ലെസൺ. അപ്പൊ എല്ലാരും എന്ത് ചെയ്യാ? ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ഒന്ന് മനസ്സിൽ ഓർത്ത് വെക്കുക. കാർബൺ ഹോളിന്റെ ഡിപ്ലീഷൻ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് മാക്സിമം എല്ലാവരും കുറക്കുക. ഓക്കെ, കാരണം എന്താണ് സിവിയർ എഫക്റ്റ് എന്ന് നമ്മളിപ്പോ വായിച്ചതാണ്. അപ്പോ എന്താണ് ഈ ലെസൺ അത്യാവശ്യം നിങ്ങൾക്ക് ഒരു 2 പ്രാവശ്യമൊക്കെ വായിക്കുകയാണെങ്കിൽ സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്ന ലെസൺ ആണ്. തിയറി ആണെങ്കിൽ നല്ല രീതിയിൽ ഈ ലെസണിൽ നിന്ന് സ്കോർ ചെയ്യുക. ഈ ലെസണിന് അധികം വെയിറ്റേജ് ഉണ്ടാവില്ല, എന്നാൽ കൂടി നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയ ലെസൺ ആണ്. അപ്പൊ ചെയ്യേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ 2-3 തവണ വായിച്ചു പഠിക്കാം. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ ജസ്റ്റ് ഈ നോട്ട്സ് പോലെ എന്തെങ്കിലും കാണുമ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. താങ്ക് യു.